അയ്യോ ദാണ്ട് ചുട്ടി ഇത്ര മോളൊക്കെ എടുത്ത് പോന്നു. ആ കുട്ടി ട്രാമ്പലിനിൽ കയറിയതാണ് ഓടി വന്ന്. എങ്ങനെയുണ്ട്? കുട്ടികളുടെ അടിപിടി, കുട്ടികൾ ചെറുത് കരയുന്നത്, കുട്ടികൾ ഇങ്ങനെ സ്ക്രീം ചെയ്തോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും പോയി കളിച്ചില്ലേ? കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കി അമ്മ. എന്നിട്ടില്ലേ ഞങ്ങളെല്ലാവരും റൂഫിന്റെ മേലേക്ക് ഇങ്ങനെ പോയി. എന്നിട്ട് ബോളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിച്ചു. ഞാൻ നോക്കുമ്പോ ഇല്ലേ അവിടെ 2 കുഞ്ഞു വീടുണ്ട്. അതിലൊരു വീടിന്റെ മണ്ടയില് മേൽക്കുരയിൽ ഏതോ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ എന്നിട്ട് ഇരുന്ന് ബോളെടുത്ത് എറിഞ്ഞ് കളിക്കുക. ഇവനും ഉണ്ട്, കുറെ പിള്ളേരും ഉണ്ട്, വേറെ ഒരു കൊച്ചിന്റെ അപ്പനും ഉണ്ട്. എല്ലാരും കൂടി ഇരുന്ന് കളിക്കുക. ആ കൊച്ച് ഞങ്ങളുടെ അകത്തേക്കില്ലേ ഇങ്ങനെ ബോൾ എറിഞ്ഞോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണ്ടായിരുന്നു തിരിച്ച്. കാരണം ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു വേൾഡ് വാർ ഉണ്ടാക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ സമ്മർദ്ദം കൊണ്ട് ബോൾ എടുത്ത് എറിഞ്ഞ് കളിച്ചതാ. എന്നിട്ട് ഞങ്ങളൊരു വാർ ഉണ്ടാക്കി. കുട്ടിയുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. മുയലും കുട്ടി 2 കൊമ്പൊക്കെ വെച്ചു. ഇച്ചൂട്ടി എനിക്ക് എല്ലാത്തിനും ഇവരുടെ കൂടി പോയി കളിച്ചു. കുട്ടി ചില നേരം ഈച്ചക്കുട്ടി കാണാതെയാകുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പോയി കണ്ടുപിടിക്കണം. തന്നെ ഓരോ സാധനത്തെ കയറി ഇരുന്ന് തന്നെ കളിച്ചോണ്ടിരിക്കും ഈച്ചക്കുട്ടി. ഇവിടെ വന്നു കഴിഞ്ഞാല് മദീന മോളിൽ കിഡ്സ് കോർണറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചിക്കിങ് കഴിച്ചിട്ട് പോകണമെന്നുണ്ടല്ലേ ഏതൂട്ടാ? അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി. കുട്ടി ചിക്കിങ് കഴിക്കാനും കൂടെ ആണോ മദീന മോളിൽ വരുന്നതെന്നൊരു സംശയമുണ്ട്. ഇച്ചുകുട്ടീന്റെ എക്സ്പീരിയൻസ് പറ കളിക്കാൻ പോയിട്ട്. മോൾപ്പിറ്റി കയറി. മെഡിക്കുകയാണല്ലോ. ഹൗസിൽ കയറി അല്ലേ? ഞങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തും കയറി. ഇങ്ങനെ എല്ലാ സ്ഥലത്തും കയറി നമ്മളല്ലേ? ഞങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തും കയറി. അടിപൊളിയായിരുന്നോ? ഇച്ചൂട്ടിന് ഇഷ്ടപ്പെട്ടോ? നല്ലോണം കച്ചോ? സോക്സ് ഇട്ടായിരുന്നു. അവിടെ കയറണമെങ്കിൽ എല്ലാരും സോക്സ് ഇടണം. സോക്സ് മാത്രം, ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ച് സോക്സ് ഇട്ട് വേണം കയറാൻ അവിടെ കളിക്കണേലല്ലേ ഏതു? കൊറേ നേരം കളിച്ചു. 5:30 ആയിട്ട് വന്നപ്പോ നമ്മൾ എത്ര മണിക്ക് 5:30 ആകുമ്പോ ഇവിടെ എത്തി. എന്നിട്ട് ഇത്ര നേരം കളിക്കുമായിരുന്നു. ഇപ്പൊ സമയം എത്ര വെച്ചാ 10:59 അല്ലേ? ഇപ്പൊ കളി കഴിഞ്ഞ് പുറത്തിറങ്ങി 10:30 ഇറങ്ങി നമ്മള്. എത്ര നേരം വേണേലും കളിക്കാം കേട്ടോ 40 ദിർഹംസിന്. പിന്നെ ഇപ്രാവശ്യം വന്നപ്പോഴാണ് മനസ്സിലായത് 105 ദിർഹംസിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 150 ദിർഹംസ് കിട്ടും. അപ്പൊ 150 ദിർഹംസ് നമുക്ക് ഉപയോഗിക്കാം. ഏതക്കുട്ടിനും യുവക്കുട്ടിയും കൂടെ ഓർഡർ ചെയ്ത് ഫുഡ് ആയോന്ന് അറിയാൻ വേണ്ടിട്ട് പോയിരിക്കുക മേടിക്കാനായിട്ട്. ഒരു പ്രാവശ്യം ചെന്ന് ചോദിച്ചു. അപ്പൊ അവര് 2 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ട് രണ്ടാമത് വീണ്ടും പോയിരിക്കുക. രണ്ടും കൂടെ ക്ഷമയില്ല. ഇന്ന് ഇതായിക്കാണോ ഇന്ന് അല്ലേ? കാരണം ഇന്ന് എപ്പോ ഇറങ്ങിയതാ, കൊറേ നേരം കൊണ്ട് കളിയായിരുന്നു. അതിനകത്ത് വന്ന് കളിക്കാൻ കയറിയതായതുകൊണ്ട് പിന്നെ എന്ത് ചെയ്ത് ഇറങ്ങി വരൂല. അവിടെ ഇരുന്ന് കളിച്ചോളും നിങ്ങൾ വരുന്നോളം വരെ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇച്ചിരി താമസിച്ചോ? ഇല്ല, ഞാനിന്ന് 8:20 ഇറങ്ങി ഓഫീസിൽ നിന്ന്. നേരെ ഇവിടെ വന്ന് നിങ്ങളെ പോയി കൂട്ടി തിരിച്ചു പോകാൻ നോക്കുമ്പം 2-3 പേരുടെ മുഖത്ത് എനിക്ക് വായിക്കാൻ പറ്റി. ചിക്കിങ് വേണമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ കയറി അവിടെ പോയി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവസാനം കിട്ടി. ഏതങ്കോട്ടിന്റെ പാർട്ടിയാണ്? ഏതങ്കോട്ടിന്റെ പാർട്ടിയാ? ഏതോട്ടോ ഒരു 2 പ്ലേറ്റ് കൂടെ പോയി മേടിച്ചോണ്ട് വരുമോ? കൊടുത്തല്ലേ? ഒരു പ്ലേറ്റും കൂടെ മേടിച്ചോണ്ട് വന്നാൽ മതി. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഉള്ള പിസ്സ റെഡി. തരാം
അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഒരു ഷവർമ, ഒരു ബർഗർ, പിന്നെ ചിക്കൻ, പിന്നെ സ്ട്രിപ്സ് ഉണ്ട്. കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ സ്ട്രിപ്സ് ഉണ്ട് 6 എണ്ണം. പിന്നെ ഇതൊക്കെ കോൾസ്ലോ, ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ. പിന്നെ ഇല്ലേ, ഇത് അമ്മയുടെ ബർത്ത്ഡേയുടെ ആട്ടോ. ഏതോ ബർത്ത്ഡേ അല്ലേ വരുന്നത്, അപ്പം അതിന് മുന്നേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇനി എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ ആയി പറ ബൈ ബൈ കൊടുക്ക്. ബായ് കൊടുക്കാൻ ബായ് കൊടുത്തു നിച്ചൂട്ടി. അങ്ങനെ നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു പോകാൻ നോക്കുവാണേ. വയറൊക്കെ നിറഞ്ഞല്ലേ എല്ലാവരുടെയും? നിറഞ്ഞോ ഇപ്പൊ കുട്ടി? ആണോ? ഇനിയിപ്പോൾ ഒന്ന് ഒരു ബെഡൊക്കെ കണ്ടാൽ മതി, ഒന്ന് ഉറങ്ങാന്ന് ഓർത്തോണ്ട് ഇപ്പൊ കുട്ടി ഇരിക്കുന്നു. അപ്പോൾ ഇനി ശരിക്കും ഗുഡ് നൈറ്റ്. ബൈ. ബൈ. ഓക്കെ, താങ്ക് യു.